എന്താ ഇന്ന് വൈകുന്നേരം 8:30 റെക്കോർഡിംഗ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഏത് തിയേറ്റർ? മിനർവ തിയേറ്റർ. മിനർവ. മിനർവയോ? ആരോട് വെച്ചിട്ട് ഫിക്സ് ചെയ്തു? വേറെ തിയേറ്റർ ഒന്നും കിട്ടിയില്ല സാർ. കിട്ടിയില്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണ്ട. ക്വാളിറ്റി ഇല്ലാതെ സോങ് എടുക്കാൻ ജിതിൻലാലിനെ കിട്ടില്ല. കൃഷ്ണദാസിന് പിന്നെ ഒഴിവുണ്ടാവില്ല അത്രേ. കൃഷ്ണദാസോ? അവനാര്? അവന്റെ സമയത്തിന് ജിതിൻലാലിനെയും കിട്ടില്ല. ആ റെക്കോർഡിംഗ് മാറ്റി വെച്ചേക്ക്. പുതിയ പിള്ളേരെ കൊണ്ട് പാടിച്ച് പാട്ട് ഹിറ്റാക്കാൻ ജിതിൻലാലിനെ അറിയാം. സാർ അത് ഒന്നും പറയണ്ട. എന്തായി? ലിറിക്സ് ഒക്കെ എഴുതി കിട്ടിയോ? കിട്ടി. സാർ ഇദ്ദേഹമാണ് പാട്ട് എഴുതിയത്. ചെറുപ്പളശ്ശേരി കൃഷ്ണൻ നായർ. നമസ്കാരം. ഏത് നായരാലും കൊള്ളാം, എഴുതാനും കൊള്ളാം. ലൈൻസ് കൊള്ളില്ലെങ്കിൽ ഞാൻ ചവറ്റുകൊട്ടെ വലിച്ചത്. ഒന്ന് നോക്കണം സാർ. നോക്കാം, വരൂ. എന്നത്തേക്ക് കമ്പോസ് ചെയ്യാൻ സാർ? ഞാൻ ചെയ്യുന്നില്ല. ഇടിപ്പടത്തിന് ട്യൂൺ ചെയ്യാൻ, പാട്ട് ട്യൂൺ ചെയ്യാൻ ജിതിൻലാലിന്റെ ആവശ്യമില്ല. സാർ പ്ലീസ്, ഇപ്പൊ എന്റെ തലക്കകത്ത് മുഴുവൻ മ്യൂസിക് ആണ്. നമുക്ക് പിന്നീട് സംസാരിക്കാം. പ്ലീസ് പ്ലീസ് കം, പ്ലീസ് കം. യെസ്, ഇരിക്കും. ലിറിക്സ് എടുക്കൂ. ഭാര്യയ്ക്ക് വെടിയേറ്റു. ഭർത്താവ് പോലീസ് സ്റ്റേഷനിലേക്ക് പായുകയാണ്. ശരി, അതല്ലേ സിറ്റുവേഷൻ? അതെ. ആ സിറ്റുവേഷനിലുള്ള ലിറിക്സ് എടുക്കൂ. പാപപങ്കില മഞ്ജീര സിഞ്ചിതം എങ്ങനെ എന്മനം താങ്ങും? എന്തോന്ന്? പാപപങ്കില മഞ്ജീര സിഞ്ചിതം എങ്ങനെ എന്മനം താങ്ങും? എന്താ അതിന്റെ അർത്ഥം? പാപത്താൽ പങ്കിലമായ ഈ മഞ്ജീര സിഞ്ചിതം. എന്തോന്നാ ഈ മഞ്ജീര സിഞ്ചിതം? മഞ്ജീരമായ സിഞ്ചിതം സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണത്. അതിന്റെ അർത്ഥം പറയടോ. നല്ല ഒന്ന് രണ്ട് വാക്ക് കിടക്കട്ടെ എന്ന് കരുതി. കൊണ്ടുപോകണ്ട, കാണട്ടെ. മഞ്ജീര സിഞ്ചിതം കൊള്ളാം. എവിടെ? ഇതൊക്കെ കവിതകളാണോ? അങ്ങോട്ട് കൊണ്ടുവാ. അവന്റെ മഞ്ജീര സിഞ്ചിതം. ഇനി താൻ കവിത എഴുതരുത്. കുറെ കവികൾ നടക്കുന്നു മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ. എടോ, ഇതൊക്കെ ഒരു തരം ജന്മവാസനയാ. അതില്ലാത്തവൻ ഇങ്ങനെ ഓരോ സിഞ്ചിതവും കൊണ്ട് നടക്കും. മനസ്സിലായോ? പോയിക്കോളും, പോയിക്കോളും. സാർ റെക്കോർഡിങ് മഞ്ജീര സിഞ്ചിതത്തിന് ഉപദ്രവമില്ലാത്ത വേറെ ഏതെങ്കിലും അലവരെ വിളിച്ചോണ്ട് വാ. ഞാൻ നോക്കാം. പ്ലീസ് പ്ലീസ് വാ. പ്ലീസ്. എന്റെ തലക്കകത്ത് മുഴുവൻ ഇപ്പൊ മ്യൂസിക് എടുത്ത് കളിക്കാൻ.